ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ പാഷൻ പ്രോ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബ്രേക്ക്, അതുപോലെ ചെയിന്, എയർ ഫിൽറ്റർ, പ്ലഗ് ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നമുക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നു. നമുക്ക് ബാക്കിലെ ബ്രേക്ക് ഷൂ നമുക്ക് മാറ്റാറായിട്ട് കേട്ടോ. കിടക്കുന്നത് കമ്പനി ബ്രേക്ക് ഷൂ നല്ല കിടക്കണം. SK പറഞ്ഞിട്ടുള്ളൊരു കുറഞ്ഞ ബ്രാൻഡിൻ്റെ ബ്രേക്ക് ഷൂന് കിടക്കണം. ഈ ബ്രേക്ക് ഷൂ നമുക്ക് എന്തായാലും മാറ്റണം. എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് തേഞ്ഞിട്ടുണ്ട്. ഈ ബ്രേക്ക് ഷൂ ഇട്ട് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ്സ് പറഞ്ഞാൽ അതിൻ്റെ ഹർപ്പിൻ്റെ തേയ്മാനമൊക്കെ കൂടുതലായിരിക്കും. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ട് ഹർപ്പിൻ്റെ അത്യാവശ്യം കേട്ടോ നല്ല രീതിയിൽ സ്ക്രാച്ച് ആയിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ഈ ബ്രേക്ക് ഷൂ മാറ്റിയിടാം. പിന്നെ അടുത്ത തവണ നമുക്ക് ആ ബ്രേക്ക് ഷൂ മാറ്റിയിടുമ്പോൾ ഈ വീട് നമുക്ക് ലേത്ത് കയറ്റിയിട്ട് ഇവിടെ സ്ലീവ് ഇറക്കിയിട്ട് ഒരു കമ്പനി ഹബിനെ പോലെ നമുക്ക് മാറ്റിയെടുക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിട്ടാൽ കഴിഞ്ഞാൽ ബ്രേക്ക് പക്കയായിരിക്കില്ല. ഈ ഒരു ഇതിൽ നമ്മൾ ബ്രേക്ക് ഷൂ പുതിയത് മാറ്റിയിട്ട് കഴിഞ്ഞാലും കറക്റ്റ് ബ്രേക്കിംഗ് ആയിരിക്കില്ല. ഇപ്പം എന്തായാലും നമുക്ക് ബ്രേക്ക് ഷൂ മാറ്റണം. ബ്രേക്ക് മാറ്റാതിരിക്കാനും പറ്റില്ല. അടുത്ത തവണ മാറ്റുമ്പോൾ ഈ ഒരു വർക്കും കൂടി ചെയ്ത് പോകണം. നമുക്ക് 2 ദിവസം താമസം പിടിക്കുന്ന പണിയാണത് കേട്ടോ. അതൊന്നും പറഞ്ഞോളൂ. ഇപ്പോൾ തൽക്കാലം നമുക്ക് ബ്രേക്ക് ഷൂ മാറ്റിയിടാം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചെയിനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ചെയിൻ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസ് ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് ഓയിലും ഗ്രീസും കൊടുത്തിട്ട് റീസെറ്റ് ചെയ്യാം. ചെയിൻ അത്യാവശ്യം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അത് അതുപോലെ തന്നെ അതിൻ്റെ വീൽ ഡാമ്പറൊക്കെ പൊട്ടിക്കിടക്കണം. അപ്പോൾ അത് നമുക്ക് ഫുള്ള് സെറ്റായിട്ടൊരു 4 അത് സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അതും നമുക്ക് മാറ്റിയെടുക്കണം. അതുപോലെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഫുള്ളായിട്ട് നല്ല രീതിയിൽ ബ്ലോക്കാണ്. അപ്പോൾ എയർ ഫിൽറ്ററും മാറ്റണം. അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത്. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടി മാറ്റിയിട്ട് വേണം നമുക്കത് റീസെറ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ കാർബറേറ്റർ ഇപ്പോൾ അയക്കുന്നില്ല. കാർബറേറ്റർ മിസ്സിങ്ങോ അതുപോലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വേറെ കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് കാർബറേറ്റർ നമ്മളിപ്പോൾ അയക്കുന്നില്ല. കാർബറേറ്റർ അയക്കാതെ തന്നെ നമുക്ക് ഏകദേശം ഒരു 400-500 അടുത്ത് ചിലവ് വരിക. അതായത് ക്ലീനിങ്ങും അതിൻ്റെ അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോ ജെറ്റിന് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ തൽക്കാലം വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാർബറേറ്റർ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യുന്നില്ല. അത് ജന സർവീസിന് പുറമേ വരുന്ന വർക്കാണ്. അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ നമുക്കത് മാറ്റമുണ്ടാവും. കേബിൾ പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ അവിടെ ജാമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും മാറണം. അതുപോലെ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ബാക്ക് വീൽ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് അയക്കാത്തത്. അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ചിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് റേസ് ചെയ്യണം. പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ കേബിൾ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ക്ലച്ച് കേബിളും മാറ്റണം. അതുപോലെ ക്ലച്ചിൻ്റെ ലിവർ ഉണ്ടാകും. ലിവർ പിടിക്കുമ്പോൾ കറക്റ്റ് അല്ല, ഇങ്ങനെ താഴോട്ടാണ് ആ ലിവർ പോകുന്നത്. കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് വരില്ല. ആ കേബിൾ മാറ്റണ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ക്ലച്ച് ലിവറും കൂടി മാറ്റിയിട്ട് വേണം നമുക്കത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ വണ്ടി റണ്ണിങ്ങിൽ ഒരു വെട്ടലിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിരുന്നു. വെട്ടലിൻ്റെ കംപ്ലയിൻറ്റ് മെയിനായിട്ട് കാണിക്കുന്ന ഒരു കംപ്ലയിൻ്റാണ് അതിൻ്റെ ഹാൻഡലിൻ്റെ ബെയറിങ് ടൈറ്റ് ആയി അതിൻ്റെ ഒരു വെട്ടലും കാണിക്കുന്നുണ്ട്. ഗട്ടറൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ സൗണ്ടും കാണിക്കുന്നുണ്ട്. അത് ഇവിടെ വരുന്ന ഹാൻഡലിൻ്റെ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റാണ്. കോൺസെപ്റ്റ് ബോൾ റേസർ എന്നൊക്കെ പറയും. അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാലാണ് ഒരുവിധം വെട്ടൽ മാറുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു വേറെ കംപ്ലയിൻറ്റ് ടയറാണ്. നമുക്ക് ആ ബാക്കിലെ ടയർ ഇട്ട മോഡൽ കറക്റ്റ് തേയ്മാനമല്ല. അതിൻ്റെയും ഒരു ചെറിയൊരു പ്രശ്നം കാണിക്കുന്നുണ്ട്. കോൺസെപ്റ്റ് എന്തായാലും കംപ്ലയിൻ്റ് ആണ്. അതും മാറ്റണം. പിന്നെ ടയർ നമുക്ക് മാറ്റുന്ന കൂട്ടത്തിൽ ടയർ അടുത്ത മാറ്റുന്ന കൂട്ടത്തിൽ നല്ല സാപ്പറോ MRFൻ്റെ കമ്പനി ടയർ കിട്ടും. ആ മോഡലും മേടിച്ചിട്ട് നോക്കട്ടോ. എന്നാൽ തന്നെ കുറേ കംപ്ലയിൻറ്റ് നമുക്ക് മാറും. എന്തായാലും നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ് മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ നമ്മളതിൻ്റെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തായിരുന്നു. എൻജിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓയിലാണ്. പക്ഷേ അല്പം ലെവൽ കുറവുണ്ട്. അതൊന്നും ആ ലെവലിൻ്റെ ഒന്ന് ടോപ്പപ്പ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. നമ്മളതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാൽ പോലും ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 13.14 മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട് ബാറ്ററിക്ക്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടോ. ബാറ്ററി നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററിക്ക് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ വേറൊരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അതിൻ്റെ ആക്സിഡൻറ്റിൻ്റെ കേബിളും ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത സർവീസൊക്കെ ചെയ്യുമ്പോഴേക്കും നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കും. കൈയോടെ നമുക്ക് ആക്സിഡൻറ്റ് കേബിളും കൂടി മാറ്റിയിടാം. മാറ്റർ കൊണ്ടുണ്ടായി ഈ ഇവിടുത്തെ ഈ എൻഡ് പുഷ് കൂടി മാറ്റി റീസെറ്റ് ചെയ്യാം കേട്ടോ. അത് ലൂസായി തുടങ്ങിയത്. പിന്നെ അത്യാവശ്യം വർക്ക് ഉണ്ട് വണ്ടിക്ക്. അതിൻ്റെ എയർ ഫിൽറ്റർ, പ്ലഗ്, കോൺസെപ്റ്റ്, ബാക്കിലെ ബ്രേക്ക് ഷൂ, വീൽ ഡാമ്പർ, കേബിളുകളെല്ലാം മാറ്റണം. ഫ്രണ്ട് ബ്രേക്ക് കേബിൾ, ക്ലച്ച് കേബിൾ, ആക്സിലേറ്റർ കേബിൾ, സ്പീഡോമീറ്റർ കേബിൾ കുഴപ്പമില്ല, നമുക്ക് അതിനെ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നിലവിൽ വരുന്ന ആ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഇത് ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ ഇവിടെ ചെറുതായിട്ട് ഇവിടെ പൊട്ടിയിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ അത് മാറ്റണമെന്നൊന്നുമില്ല. കൂടുതൽ കംപ്ലയിൻറ്റ് വരുമ്പോൾ മാറ്റിയാൽ മതി. അല്ലാതെ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.